യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയ ശേഷം എങ്ങനെ ലോഗോ, ബാനർ, ചാനൽ ഡിസ്ക്രിപ്ഷൻ, ഹാൻഡിൽ തയ്യാറാക്കാമെന്നത്. യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നോ? പക്ഷേ നിങ്ങൾക്ക് ചാനൽ എങ്ങനെ ഉണ്ടാക്കണം, ലോഗോ എങ്ങനെ തയ്യാറാക്കണം എന്നറിയാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കാം. കുറച്ച് സമയത്തേക്ക് ഈ എപ്പിസോഡ് മുഴുവനായി കാണുക. നിങ്ങൾ ഈ കാണുന്ന പോലെ മനോഹരമായ ഒരു ചാനൽ ഉണ്ടാക്കാൻ ഞാൻ സഹായിക്കാം. എന്ന് വെച്ചാൽ ലോഗോ ഉണ്ടാക്കാൻ, ബാനർ ഉണ്ടാക്കാൻ, ചാനൽ തയ്യാറാക്കാൻ നമുക്ക് പഠിക്കാം. അതിനു മുമ്പായി ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ഒരു ഗീവ് എവേ ചാനലിന്റെ വക 100 രൂപ ഗീവ് എവേ ഉണ്ടായിരിക്കും. അതിനായി ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന മെയിൽ അഡ്രസ്സിൽ 100ാമത്തെ സബ്സ്ക്രൈബർ സ്ക്രീൻഷോട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ വീഡിയോയുടെ അവസാനം ആരും പറഞ്ഞു തരാത്ത ഒരു ടോപ്പ് സീക്രട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഗ്രോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി നിങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചാനലിന് പേര് നൽകുകയാണ് വേണ്ടത്. ഉദാഹരണം, നിങ്ങളുടെ പേര് വിനു ആണെന്ന് കരുതിക്കൊള്ളൂ. നിങ്ങൾ ഒരു ട്രാവൽ വ്ളോഗർ ആണെന്ന് കരുതൂ. എങ്കിൽ വിനു ട്രാവലർ എന്ന പേര് സ്വീകരിക്കുകയും ആ പേരിൽ മറ്റൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കുകയും ആണ് ആദ്യമായി വേണ്ടത്. അതിനായി യൂട്യൂബിൽ വിനു ട്രാവലർ എന്ന ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിൻഡോയിൽ വിനു ട്രാവലർ എന്ന നെയിം നമുക്ക് കോമ്പറ്റീഷൻ കൂടുതലുള്ള ഐറ്റമാണ് എന്ന് മനസ്സിലാവും. ഒട്ടനവധി പേര് ഇതേ സെയിം ചാനലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് വളരെ കുറച്ച് കോമ്പറ്റീഷൻ ഉള്ള പേര് വേണം നിങ്ങൾ ചാനൽ നെയിമായിട്ട് തിരഞ്ഞെടുക്കുക. തൽക്കാലം നമ്മൾ പഠിക്കാനായിട്ട് വിനു ട്രാവലർ എന്ന പേര് തന്നെ തിരഞ്ഞെടുക്കുക. അടുത്തതായി ഒരു ലോഗോ നിർമ്മിക്കുകയാണ് വേണ്ടത്. ഇതിനായി ക്യാൻവ ഓപ്പൺ ആക്കി അതിൽ ഇഷ്ടപ്പെടുന്ന ഒരു ടെംപ്ലേറ്റ് എടുത്ത് നിങ്ങളുടെ ലോഗോ തയ്യാറാക്കുക. തുടർന്ന് ക്യാൻവയിൽ തന്നെ ബാനർ ടെംപ്ലേറ്റ് എടുത്ത് അതും നേരത്തെ പറഞ്ഞതുപോലെ ഡിസൈൻ ചെയ്യുക. നോക്കൂ, ഇപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്തത്: ചാനൽ നെയിം, ലോഗോ, ബാനർ. അടുത്തതായി ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്തു വച്ചിരിക്കുന്ന ഇമേജുകൾ അപ്ലോഡ് ചെയ്യേണ്ട വിധം എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ആദ്യമായി യൂട്യൂബ് ഓപ്പൺ ആക്കുക. റൈറ്റ് സൈഡ് ബോട്ടം കോർണർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് വ്യൂ ചാനൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പെന്നിൻ്റെ ഐക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന വിൻഡോ വരും. ഇതിനകത്ത് ലോഗോ ടോപ്പിൽ മിഡിലിൽ കാണുന്ന ലോഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലോഗോ സെലക്ട് ചെയ്ത് കൊടുക്കണം. അടുത്തതായി നമുക്ക് ബാനറാണ് ചെയ്യാനുള്ളത്. ബാനർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ബാനർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് കിട്ടിയ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ബാനറിനെ കറക്റ്റ് പൊസിഷനാക്കി വയ്ക്കുക. എനിക്ക് 2 സൈഡും വൈറ്റ് ബാനറാണ് ആവശ്യം. ഞാൻ അതുകൊണ്ടാണ് വൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബാനർ മാറി വന്നതായി കാണാൻ സാധിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത സീക്രട്ട് ടിപ്പ് പറയാം. നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ ആദ്യത്തെ 10 സെക്കൻഡ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്താണ് നിങ്ങളുടെ വ്യൂവേഴ്സ് നിങ്ങളുടെ വീഡിയോ തുടർന്ന് കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നു. നിങ്ങൾക്ക് വ്യൂവേഴ്സിനെ സർപ്രൈസിങ് ഫാക്റ്റുകൾ കൊണ്ട് ആ സമയം പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ ബോൾഡായിട്ടുള്ള പ്രോമിസുകൾ ഉൾപ്പെടുത്താം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ തുടർന്നുള്ള വീഡിയോ ഭാഗവും നിങ്ങളെ വ്യൂവേഴ്സ് കാണാനുള്ള സാഹചര്യം കൂടുതലാണ്.
ഇവിടെ കാണുന്ന പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇതുവരെ SEO, തംബ്നെയിൽ തുടങ്ങിയവ തയ്യാറാക്കിയിട്ടില്ല. ഇതെങ്ങനെയാണ് മികച്ച രീതിയിൽ തയ്യാറാക്കാം എന്നുള്ളത് അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. കൂടുതൽ യൂസ്ഫുൾ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.